ഞാൻ ഈ റോസാപ്പൂക്കൾക്ക് റോസാപ്പൂക്കളുടെ ആ നിറവും സൗരഭ്യവും മനോഹാരിതയും സൗന്ദര്യവും ഉള്ളതിനാൽ ഞാൻ ഈ കഥയൊന്ന് വായിക്കുകയാണ്. കഥ റോസാപ്പൂക്കൾ. അന്ന് ആ പൂക്കട പതിവിലും തിരക്കുള്ളതായിരുന്നു. സാധാരണയായി പൂക്കളിലേക്ക് വരുന്ന ഈച്ചയെയും ആട്ടിയിരിക്കുന്ന അയാൾ അന്നത്തെ തിരക്ക് കണ്ട് അതിശയിച്ചു. ഏകദേശം 80 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൂപ്പൻ താടി പോലെ നരച്ച താടിയും മുടിയും ഉള്ള ഒരു പടുവൃദ്ധൻ വലത് കൈയിൽ താങ്ങിനായി ഒരു വടിയും പിടിച്ചിരുന്നു. ഇന്നെന്താ വല്ലാത്ത തിരക്ക്, എല്ലാവരും പൂക്കൾ വേണ്ടി നെട്ടോട്ടം ഓടുന്നു, കൂടുതലും റോസാപ്പൂക്കൾ. എന്റെ കടയിൽ എല്ലാവർക്കും വേണ്ടത്ര ഉണ്ടാകുമോ എന്ന് സംശയമാണ്, അയാളോട് തന്നെ പറഞ്ഞു. അടുത്തു തന്നെ ഒരു പെൺകുട്ടിയും നിന്നിരുന്നു. അയാൾ ആത്മകഥം ചെയ്തു എന്ന് പറയുന്നതാണ് ഭംഗി. നമ്മൾ ഒരുവൻ അവനോട് തന്നെ പറയുന്നതിനാണല്ലോ ആത്മകഥം എന്ന് വാക്കുപയോഗിക്കുന്നത്. അടുത്ത് തന്നെ ഒരു പെൺകുട്ടിയും നിന്നിരുന്നു. അവൾക്ക് ഏകദേശം 20 വയസ്സ് പ്രായം വരും. സുന്ദരിയായ അവൾക്കും വേണമായിരുന്നു മനോഹരമായ കുറെ പൂക്കൾ. മോളെ, നിനക്കും വേണം റോസാപ്പൂക്കൾ? അയാൾ വാത്സല്യത്തോടെ തിരക്കി. അതെ, എനിക്കും വേണം കുറെ റോസാപ്പൂക്കൾ. ഈ പൂക്കൾ എന്റെ ബോയ്ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണ്. ചുവന്ന റോസാപ്പൂക്കൾ പ്രേമത്തിന്റെ അടയാളമാണ്. അവളുടെ വാക്കുകൾ കേട്ട് ആ പടുവൃദ്ധൻ മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി. സ്നേഹവാത്സല്യം കൊണ്ട് അയാളുടെ കണ്ണുകൾ അവളെ ഒഴിഞ്ഞു. ഓ, അത് ഞാൻ അറിഞ്ഞില്ല, കടക്കാരൻ പറഞ്ഞു. ആ വൃദ്ധൻ അതിശയത്തോടെ വീണ്ടും അവളെ നോക്കിയിട്ട് എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും ഒന്നും മിണ്ടിയില്ല. പക്ഷേ അയാളുടെ മനസ്സിൽ അയാൾ പറഞ്ഞു, കൊഴിഞ്ഞു വീഴുന്ന ഓരോ റോസപ്പൂവിനും ഒരു കഥ പറയാനുണ്ടാവും, വസന്തത്തിന്റെ കഥ. അതുപോലെ എന്നിൽ നിന്നും മടർന്നുപോയ നിന്നെക്കുറിച്ചും മോളമ്മേ എനിക്ക് പറയാനുണ്ട്. ഒന്നല്ല 1000 കഥകൾ, വസന്തങ്ങളുടെ കഥകൾ. വസന്തം മായുമ്പോൾ അല്ലേ ശിശിരത്തിന്റെ കാഠിന്യം അറിയുക. പെട്ടെന്ന് ആ വൃദ്ധൻ പൂക്കടയുടെ മുൻവശത്തായി വെച്ചിരുന്ന കുറച്ച് റോസാപ്പൂക്കൾ കയ്യിലെടുത്തു. ഇതിനെന്ത് വേണം? വൃദ്ധൻ കടക്കാരനോട് ചോദിച്ചു. 200 രൂപ, കടക്കാരൻ മറുപടി പറഞ്ഞു. ഉടൻ തന്നെ ആ വൃദ്ധൻ അയാൾ ധരിച്ചിരുന്ന ജുബായുടെ പോക്കറ്റിൽ കൈയിട്ട് പേഴ്സ് എടുത്ത് പണം വെച്ച് നീട്ടി. കാശ് കയ്യിൽ വാങ്ങുമ്പോൾ കടക്കാരൻ ആ പെൺകുട്ടി ഒന്ന് നോക്കി. റോസാപ്പൂക്കൾ തീർന്നു പോയല്ലോ മോളെ. 25ഓളം റോസാപ്പൂക്കളുടെ ഒരു കെട്ട് അയാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ കടക്കാരൻ പറഞ്ഞു. ശോ. നിരാശയും സങ്കടവും കലർന്ന ഒരു സ്വരം ആ പെൺകുട്ടി പുറപ്പെടുവിച്ചു. അത് ആ വൃദ്ധന്റെ ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അയാൾ ആത്മകഥം ചെയ്തു. സ്നേഹം, ഇവിടെ വാക്ക് വന്നിട്ടുണ്ടല്ലേ. സ്നേഹം അത് എത്ര വലിയ വികാരവുമാണ്. പക്ഷെ അത് ജീവിച്ചിരിക്കുന്നവർ മനസ്സിലാക്കുന്നത്ര മരിച്ചവർ മനസ്സിലാക്കുകയില്ലല്ലോ. അയാൾ ആ പൂക്കളുടെ കെട്ടിൽ നിന്നും ഒരു പൂ മാത്രം കയ്യിലെടുത്ത് ബാക്കി അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മരിച്ചവർക്കല്ല, ജീവിച്ചിരിക്കുന്നവർക്കാണ് പൂക്കളെ കൊണ്ട് ആവശ്യം. മൃദുല വികാരങ്ങൾ ഉള്ളവർക്കേ അതിന്റെ വിലയറിയൂ. ചെറിയ ഒരു അശ്രദ്ധ മതി ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ. തൊട്ടടുത്ത് തന്നെ പൂവിനോട് ചേർന്ന് മുള്ളുകൾ മുറിവേൽപ്പിക്കാൻ നിൽക്കുന്നത് പോലെ. അത് പറഞ്ഞിട്ട് അയാൾ നടന്നു നീങ്ങി. കടക്കാരൻ അയാളെ ലക്ഷ്യമാക്കി പൈസ പൈസ എന്ന് പറഞ്ഞ് കൈനീട്ടി വിളിച്ചു. അയാൾ ആ ശബ്ദം കേട്ടതായോ അയാളുടെ ആംഗ്യങ്ങൾ കണ്ടതായോ നടിച്ചില്ല. അയാൾ പോകുന്ന വഴിയിലേക്ക് അവിടെ നിന്ന് എല്ലാവരും കണ്ണയച്ചു. സാവധാനം സെമിത്തേരിയുടെ വളഞ്ഞ വാതിലൂടെ അയാൾ കടന്നു പോകുന്നത് അവർ എല്ലാവരും നോക്കി നിന്നു. അയാൾ എന്ന് കുറച്ച് അടുത്തടുത്ത് വരുന്നുണ്ട്. അത് കുറെ മാറ്റാം. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറ്റിച്ചു കൊടുക്കാത്തവർ മരണശേഷം പൂക്കൾ, കൊട്ടക്കണക്കിന് പൂക്കൾ, പണത്തിന്റെയും ആഡംബരത്തിന്റെയും പൊങ്ങച്ചം കാട്ടുന്നു. മരിച്ചവർ അതുകൊണ്ട് എന്ത് ചെയ്യാം? ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിൽ ശാന്തി കിട്ടിയേക്കും. ചിലപ്പോൾ കുറ്റബോധത്തിൽ നിന്ന് മോചനവും അത്ര തന്നെ. ആ വിഭാര്യൻ അവിടെ നിന്ന് ആ പ്രസംഗം നടത്തുമ്പോൾ അയാളുടെ 14ഉം 10ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ കടയ്ക്ക് പുറത്ത് അത് കേട്ടുകൊണ്ട് നിന്നിരുന്നു. കച്ചവടക്കാരനും പെൺകുട്ടിയും പരസ്പരം കണ്ണിൽ നോക്കി കുറച്ചു നേരം നിന്നു. ചേട്ടാ, ഇന്ന് എല്ലാ മരിച്ചവരുടെയും തിരുനാളാണ്. പള്ളിയിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രത്യേക കുർബാനയും പ്രാർത്ഥനയും ഉണ്ട്. അതിനുശേഷം സെമിത്തേരി സന്ദർശനവും. അടുത്ത് നിന്ന് ആ വിഭാര്യൻ തുടർന്നു. ഓ, അത് ഞാൻ അറിഞ്ഞില്ല, ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ അതാണ് ഈ തിരക്കിന് കാരണം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനുഷ്യരാണ്. ആത്മാക്കൾക്ക് ആ വേർതിരിവില്ല, ഈ പൂക്കൾക്കും ആ വേർതിരിവില്ല. എല്ലാത്തിന്റെയും അടിസ്ഥാന സ്നേഹമാണ്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ പൂക്കളെ ഉപയോഗിക്കുന്നു. മനുഷ്യർ പ്രണയിക്കുന്നവർക്ക് വേണ്ടി റോസാപ്പൂക്കൾ നൽകുന്നു. റോസ അവൾ പ്രണയത്തിന് വേണ്ടി. ആ വിഭാര്യന് കുറെ ജമന്തി പൂക്കൾ കൊണ്ട് തൃപ്തി അടയേണ്ടി വന്നു. പക്ഷെ നല്ലൊരു കഥയാണ് ഈ കഥ. ശരിക്കും നമുക്കറിയാലോ, ഇംഗ്ലീഷ് ചെറുകഥകൾ വായിക്കുന്ന അതേ സാധനം. ഇംഗ്ലീഷ് ചെറുകഥയുടെ അതേ കിട്ടും മട്ടും. ഞാൻ ധാരാളം ഇംഗ്ലീഷ് ചെറുകഥകൾ വായിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കെട്ടും മട്ടുമാണ് ഈ കഥയ്ക്ക്. ഇവിടെ ഒരു വിഭാര്യന്റെ പ്രസംഗം, പക്ഷേ അത് വായനക്കാരന് പെട്ടെന്ന് ഗ്രഹിക്കുന്നുണ്ടോ മുകളിലേക്കൊന്നും ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു സംഗതി കണ്ടില്ല. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് ഈ കഥയൊന്ന് വായിച്ചത്. എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലൊന്ന് വായിച്ചിട്ടത് സുന്ദരമാണ്. കാരണം റോസാപ്പൂ എപ്പോഴും സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ പ്രതീകം തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ചുവന്ന റോസാപ്പൂ. അത് ഇവിടുത്തെ പ്രത്യേകത,
ഇന്ന് സകല മരിച്ചവരുടെയും തിരുനാളാണ്. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് വാങ്ങിക്കുകയാണ്. റോസാപ്പൂക്കൾ വാങ്ങിച്ച് സെമിത്തേരിയിലേക്കും ഒക്കെ പോകുന്നു. അതിനിടയ്ക്ക് ഒരു പെൺകുട്ടി അവളുടെ പ്രണയിക്ക് കൊടുക്കാൻ, അവിടെ പ്രണതാവിന് കൊടുക്കാനായിട്ട് ഒരു റോസാപ്പൂവിന് വരുന്ന ഒരു 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 വിശേഷം പ്രത്യേകിച്ച് ഈ കഥയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വായനക്കാരന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു കഥ തന്നെയാണിത്. അതിന് യാതൊരു സംശയവുമില്ല. നന്നായിട്ട് വായിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. എന്തായാലും വായനക്കാരന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു കഥ തന്നെയാണിത്. അതിന് യാതൊരു സംശയവുമില്ല. നന്നായിട്ട് വായിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. സുന്ദരം മാഷെ, സുന്ദരം, അഭിനന്ദനങ്ങൾ.